ഹലോ ഗൈസ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമൊക്കെ അല്ലേ? നമുക്കിങ്ങനെ സുഖമായിട്ട് പോണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇന്നലെ തുടങ്ങി അബ്രൂന് ഇവിടെ വന്നേ പിന്നെ ഭയങ്കര ചുമയായിരുന്നു കേട്ടോ. രാത്രിയൊക്കെ ഭയങ്കര ചുമയായിരുന്നു. ഇന്നിപ്പോ രാവിലെ മരുന്ന് AC മാറുന്നത് പറ്റണല്ലോ. AC പറ്റാഞ്ഞിട്ടാണോ വെള്ളം പറ്റാഞ്ഞിട്ടാണോ എന്താ സംഭവം? പക്ഷെ AC ഞാൻ അധികം നേരം ഇട്ടുണ്ടായിരുന്നില്ല, കുറച്ചു നേരം ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നാലും അവന് ചുമക്ക 2 മിനിറ്റ് ഇട്ട് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഓഫ് ചെയ്തു. കാലാവസ്ഥയായിരിക്കും ചിലപ്പോ. ഇന്നലെ ഭയങ്കര മഴക്കാരൻ വൈകുന്നേരം പകല് മുഴുവൻ കൊടുക്കത്തെ ചൂട് വൈകുന്നേരം അതെല്ലായിടത്തും ഉള്ളത് തന്നെയാ. അവിടെ വലിയ JCB-കാര് ഇങ്ങനെ ഉണ്ട്. അതെ, മണ്ണ് തട്ടാൻ വേണ്ടിട്ട് ഇതേ കാണണ്ട 2 JCB ഇട്ട് JCB കൂടി മെറ്റല് കോരി കോരി ഇന്ന് അമ്മാമ്മയുടെ മെറ്റല് ഫുള്ള് തലക്കടി മെറ്റല് വാരി വാരി ഇന്ന് മിക്കതും അവിടെ JCB തമ്മിലൊരു തല്ലുണ്ടാവും. അതായത് ലോഡിങ്ങില്. അതോടുകൂടി 2 JCB വണ്ടിയില് എന്താ പറയാ ഇവിടെ പാർക്ക് ചെയ്യും. തട്ടലോ നല്ല കുറലായിട്ടുണ്ട്. രണ്ടുപേരും കൂടെ ഒന്ന് വേറൊരു പണിയില്ല ഇവർക്ക്. അല്ലെങ്കിൽ JCB വലിയ ഇതില്ലാണ്ടിരുന്നാട്ടാ. ഇപ്പൊ വീട്ടിലത്തെ സുഖവാസം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് 2 ദിവസം വീട്ടിൽ നിന്നോ. ഇനി നമ്മള് വീട്ടിലേക്ക് വരുന്നരപ്പള്ളിക്ക് തിരിച്ചു പോണ്. പിന്നെ പോണ വഴിക്ക് നമ്മള് വേറൊരു സ്ഥലത്തും കൂടി കയറുന്നുണ്ട്. അത് എവിടേക്കാന്ന് പറയാനുള്ള അത് സർപ്രൈസ് ആണ്. അത് ഒരു സാധനം വാങ്ങിക്കാനുണ്ട്. നമ്മൾ ഇത്ര നാള് കാത്തിരുന്ന് അല്ലേ, അത് വാങ്ങിക്കാൻ നമ്മളിന്ന് പോവാണ്. അപ്പൊ നമ്മള് അത് എവിടെയാ കറക്റ്റ് സ്ഥലം നമുക്കറിയില്ല. അവിടേക്ക് നമ്മൾ പോയി വാങ്ങിക്കും. അപ്പൊ വീഡിയോ ഫുള്ള് സ്കിപ്പ് ചെയ്യാണ്ട് കാണാട്ടാ, എന്നാലും അത് അറിയുള്ളൂ അത് എന്താന്ന്. ഓക്കെ, ഞങ്ങളത് പറഞ്ഞില്ല എന്ന് പറയരുത്. നിങ്ങളത് കാണുമ്പോഴും കാണുമ്പോ ഒരു എക്സൈറ്റ്മെന്റ് ഇല്ലേ, അത് നിങ്ങൾക്ക് കണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടാ. ഇപ്പൊ പിള്ളേര് അതെ അബ്രുവിനെ ഞാൻ ഡ്രസ്സ് മാറ്റിച്ചിട്ടുണ്ട്. ആദം ഹസിയും കൂടി അവിടെ ഡാൻസ് കളി പാട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഒതുങ്ങിയിരിക്കട്ടെ എന്ന് വെച്ചിട്ട് അവര് പാട്ട് വെച്ചിട്ട് ഡാൻസ് കളിക്കുന്നുണ്ട്. അമ്മാമ്മ അവരെ നോക്കാൻ വേണ്ടി അവിടെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ അപ്പൊ നമ്മളപ്പോ ഇനി പോവാണ്. ഇനി കളികൾ പറന്തറപ്പിള്ളയിൽ ഇനി എന്നാ ഇങ്ങോട്ട് വരാ അറിയില്ല, എന്തെങ്കിലും വരും. ഓഫ് ചെയ്യട്ടെ TV? വേണ്ടേ? ഓഫ് ചെയ്തു. പാട്ട് പാടില്ല, ഡാൻസ് കളിച്ചില്ല ഇത്ര നേരം. എങ്ങനെയുണ്ടായി മണ്ണ് വാരിയിട്ട് തലയില്? മണ്ണില് കളിക്കായിരുന്നു രണ്ടുപേരും, മണ്ണില് കുളിച്ചേക്കായിരുന്നു. പോവാ. അബുരുവിന്റെ ആശുപത്രി കൊണ്ടോട്ട് അബുരു ഭയങ്കര ചുമയാ. ഫുള്ള് വാഷിംഗ് മെഷീനിൽ കഴുകി വെയിലെത്തിട്ടുണ്ട്. നീ അത് എടുത്ത് വെക്കണം അടുത്ത പരിപാടി. ഞങ്ങൾ ആശുപത്രി പോണ്ടാടാ. നീ വന്ന അവിടെ ചെന്നുമ്പോ കരയോ ഇല്ലേ? നല്ല കുട്ടിയായിട്ട് ഇരിക്കോ? അമ്മാമ്മേനെ കാണണമെന്ന് പറയോ? മമ്മേനെ കാണണമെന്ന് പറയോ? ഡാഡേനെ കാണണമെന്ന് പറയോ? ഒന്നും കാണണമെന്ന് പറയില്ല. എന്ന് അവൻ വന്നിട്ടുണ്ടെന്ന് അതില് കൊള്ളില്ല. വേറെ കവറില്ലേ? മമ്മേനെ വിളിക്കാല്ലേ? മമ്മ ചീത്ത പറയും. മമ്മേനെ വിളിച്ചിട്ട് ചോക്കി പോട്ടേന്ന്. ഞങ്ങളെ അബ്രുവിനെ ആശുപത്രി കൊണ്ടുപോയിട്ട് വരാം. ഞങ്ങൾ അബ്രുവിനെ ആശുപത്രി കൊണ്ടുപോകാൻ പോണ്ടാ. അബ്രു ഭയങ്കര ചുമയുടെ ഇന്നലെ രാത്രി. ആദ്യത്തിനെ നിർത്തണ അവിടെ? ആദ്യത്തിന് ഇവിടെ നിർത്തണ? അമ്മാമ്മക്ക് അല്ലെങ്കിൽ തന്നെ വയ്യ. അതും കൂടി നിന്ന് കഴിഞ്ഞാ ഞാൻ വന്നിണ്ട് അടുത്താള്. അമ്മാമ്മ വന്നില്ലേ? അമ്മാമ്മ ഇവിടെ നിൽക്കാം. അമ്മാമ്മക്ക് പേടിയാവൂലേ ഹസി പോന്നു കഴിഞ്ഞാ? അച്ചിക്ക് കുളിപ്പോണ്ടേ ഞങ്ങളുടെ കൂടെ വന്നു കഴിഞ്ഞാ? ഡാന്ന് അബരു ഡാന്ന് അമ്മച്ചിക്കും നിനക്ക് പോരാ വണ്ണ. അമ്മച്ചി വീഡിയോയില് നോക്കിയോട്ടാ. അവളുടെ മുടി ഞാൻ വെട്ടിയെടുക്കാൻ പോവാ. ഇഷ്ടായി വലിക്കാൻ വന്നതാ. എന്റെ അമ്മേനത് ആദ്യം ഡ്രസ് എടുത്തു.
ഇഞ്ചക്ഷൻ കുത്തണം അതിന്റെ അവിടെ ഒരു ഡോക്ടർ കാണിച്ചിട്ട് വന്നോളൂ. അച്ഛനോട് കൊള്ളട്ടാ. തല മതിയൊക്കെ അന്ന് കെട്ടിപ്പോന്നതാ. വീണ്ടും ഇവനിങ്ങനെ പിടിച്ചു പിടിച്ചത്. ചിരിപ്പിച്ചാലോ ചേക്കാ. ലുലു 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 ക്യാ വന്നോട്ട് കഴിച്ചിട്ടുണ്ട്. അടിച്ചിട്ടാ മണ്ണ് വാരിട്ട് കല്ലുണ്ട്. അമ്മാമ്മ പഠിച്ചു. ആശുപത്രി ചോര വന്നത്. വരാൻ പറ. ഇപ്പോൾ നിലവിലില്ലേ? അത് ചിരിക്കണേക്ക് ആംബുലൻസ് പെട്ടെന്ന് വരും. കൊച്ചിന് അപകടം പറ്റിയിരിക്കുന്നു. നിങ്ങൾ അറിയിക്കും. ഫോൺ വിളിക്കട്ടെ. ഹലോ, അസീന്റെ മമ്മിയാണോ? പെട്ടെന്നൊരു ആംബുലൻസ് വിടും. ഷീബ ചേച്ചിനോട് ഷീബ ഹലോ. ആ ഷീബ പോണ ആംബുലൻസ് വിടട്ടെ. അതും കൊടുത്തേ. അച്ചിക്ക് 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 കൊടുക്ക. കുമ്മ 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 കുമ്മ. വിട് വിട്. അത് ഉണ്ണിയല്ലേ. ഉമ്മോക്ക് ഉമ്മോടുക്ക് മതി. അവര് വരില്ലേ? അസികുട്ടനും പോണ അതും വരണ അതിനും വേണ അച്ചിക്ക്. വേണ്ടെന്ന് പറയപ്പ വേണ. കെട്ടിപ്പിടിച്ച് ഉമ്മോടുക്ക. ഉമ്മോടക്കട ചെക്ക. കുർണി നീ വന്നടി ഉമ്മോടുത്തെ. ആ തുണിയോ ടൗല് അമ്മയ്ക്ക് ഉമ്മോടുക്ക്. അമ്മാമ്മയ്ക്കും കൊടുത്ത ഉമ്മോടുക്ക്. അതിന്റെ കയ്യിലോട് പിന്നെ അത് അമ്മാമ്മയ്ക്ക് ഉമ്മോടുക്ക് പോവാതം. അസിക്ക് ഐ ലവ് യു. എവിടേക്ക് പോണേ? നമ്മളൊരു സാധനം വാങ്ങാൻ പോവാണ്. ഇത്ര നാളായിട്ട് കാത്തിരുന്ന സാധനം നമ്മൾ പിടിക്കാൻ പോട്ടാ. ആദം കമാൺ. അപ്പൊ ആള് ദേ പോയിട്ടുണ്ട് കേട്ടോ. ഞങ്ങള് ദേ ഇവിടെ വണ്ടിയിൽ വെയിറ്റ് ചെയ്യണം. ഞാൻ ഇറങ്ങിയില്ല, കാരണം നല്ല വെയിലുണ്ട് പുറത്ത്. ദേ നമ്മള് വന്നേക്കുന്നത് ഇവിടേക്കാണ്. ഇവിടെ കുറെ വണ്ടികള് കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇറങ്ങാം, പക്ഷെ വേണ്ട, ഞാൻ ഇറങ്ങണില്ല. ഇന്ത്യ അവിടെ കുറച്ച് നേരം ഉറങ്ങിയിട്ടാ. അത് കഴിഞ്ഞിട്ട് ഉറങ്ങി കഴിഞ്ഞിട്ട് എനിട്ടേക്കാണ്. മെയിൻ പരിപാടി എന്താന്ന് വെച്ചാ എങ്ങനെയെങ്കിലും ഡോറ് തുറക്കാന്നുള്ളതാ. ആ ഡോറിന്റെ അതുമേരിക്കും അവന്റെ പണി മെയിൻ ഫുള്ളായിട്ട് നടക്കുന്നുണ്ട്. തട്ടേ ഹായ് പറഞ്ഞേ. ഹായ് ഹലോ ഹലോ. അപ്പ പോയിന്ന് പറഞ്ഞേ. അപ്പ പോയിന്ന് പറയടോ. ആദം ചേട്ടൻ പോയിണ്ട്. ആദം ചേട്ടൻ പിന്നെ എവിടേക്കാണെങ്കിലും അട്ടയുടെ പോലെ പിടിച്ചിരുന്ന് പൊക്കോളും. ഒരു സ്ഥലത്ത് പോലും അപ്പന്റെ കൂടെ പോകണ്ടവൻ ഇരിക്കില്ല. എന്നിട്ടത് എന്നിട്ടത് പറയടോ. അങ്ങനെ ഈ നിമിഷത്തിൽ എന്ത് തോന്നുന്നു? എന്നിട്ട് കലാഷ്നിക്കാവൂ കിട്ടി കിട്ടി. അതെന്തിനാണോ കിട്ടിയത്? നമുക്ക് കിട്ടിയേ പാച്ചോപ്പല്ല, പാസ്പോർട്ട്. എവിടെന്ന് വന്നു പാസ്പോർട്ട്? ഫ്രം ബോംബെ. ബോംബെ ടു ബോംബെ ബോംബെ ടു അതെങ്ങാണ്ടക്ക്. പിന്നെ പറയാ ഡെലീഷ് തന്നപ്പോ സ്റ്റാലിന്നാണോന്ന്. അങ്ങനെ വന്നു കിട്ടി. ആരാ വാങ്ങിയത്? ആദം. അപ്പനെ ആണോ? ഓക്കെ. അപ്പൊ നമ്മള് ഹാപ്പി. ഹാപ്പി. അതാ ഹാപ്പി. ഓക്കെ. ദുബായ്. നമ്മളങ്ങ് അമ്മോട് പറഞ്ഞു ദുബായ് പോവാന്ന്.
നേരെ വരുന്നരപ്പള്ളിക്ക് പോകണം. പാസ്പോർട്ട് പൊട്ടിച്ചിട്ടില്ല, നിങ്ങളുടെ മുന്നിൽ വെച്ചിട്ട് തന്നെ നമ്മള് കൊറിയർ പൊട്ടിക്കുള്ളൂ കേട്ടോ. എന്തായാലും നമുക്ക് ഒരുമിച്ച് കാണാം. എന്തായാലും സന്തോഷം, പിന്നെ ഒരു സങ്കടവും. എന്നെ കൊണ്ടുപോയില്ലല്ലോ, അതിന്റെ ഒരു സങ്കടവും പോണതിന്റെ ഒരു സന്തോഷവും എല്ലാം കൂടി ഉണ്ട്. വെറൈറ്റി ഞാൻ പൊട്ടിക്കാം വേണ വേണ്ട, അത് പൊട്ടിക്കല്ലേ. അഡ്രസ് ശരിയാണോ നോക്കണ്ട, അതൊക്കെയാ വെറുതെ പോണട്ടവൻ. ഇതിന്റെ ഉള്ളിൽ വിസ ഉണ്ടോന്ന് മാത്രം നോക്കിയാ മതി. ദൈവമേ, എത്രനാഥത് ഇത്? എത്രനാഥത്തിന്റെ പാസ്പോർട്ടാ? സർപ്രൈസാ. ഇത് എത്ര പാസ്പോർട്ട് ഉണ്ട്? 3 പാസ്പോർട്ട് ഉണ്ടല്ലോടാ. അതാ ആദ്യത്തിന് വിസ എടുത്തപ്പാ, ആദ്യത്തിന് വിസ എടുത്താ. ഇതെന്റെ 2000 എത്രയിലോ പാസ്പോർട്ട് എന്നറിയോ? ഞാൻ ഫസ്റ്റ് പോയപ്പോ അത് എന്ന് എടുത്തത് 2011 എടുത്ത പാസ്പോർട്ട് ആട്ടത്. ഫോട്ടോ കണ്ട? ഫോട്ടോ കാണില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ പാസ്പോർട്ട് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും ഒരു പാസ്പോർട്ട് എടുത്തു. അതാണ് ഇത്. അത് ഫോട്ടോ കാണില്ല. ഫോട്ടോ അയ്യോ, അടുത്ത ചുള്ളൻ. അത് ഡേറ്റ് 2020. അതിനുശേഷമാണ് നമ്മൾ പാസ്പോർട്ട് വീണ്ടും മാറ്റി. കല്യാണം കഴിഞ്ഞ സമയത്ത് പെണ്ണിന്റെ പേര് ചേർക്കാൻ അപ്പൊ വീണ്ടും ഫോട്ടോ മാറി. അങ്ങനെ അവസാനം നമ്മള് ഇപ്പൊ 3 സ്റ്റേജ് കഴിഞ്ഞ് വന്ന അവസാനം നമ്മള് വിസ. ഇപ്പൊ ഇങ്ങനെയാണുള്ള വിസ പേപ്പർ മുൻപൊക്കെ പാസ്പോർട്ടിൽ സ്റ്റാമ്പ് ചെയ്തവരായിരുന്നില്ലേ എന്റെ കഴിഞ്ഞ പ്രാവശ്യം. ഇനി നമ്മുടെ സാധനം, അതായത് ഫസ്റ്റ് പോയപ്പോ എന്റെ വിസ ഇതായിരുന്നു കേട്ടാ. നോക്കി ഇങ്ങനെയായിരുന്നു എന്റെ പാസ്പോർട്ടിൽ വരും. ഇപ്പൊ സ്റ്റാമ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ്, പേപ്പർ ആക്കി വെച്ചേക്കാണ്. ഒരു പേപ്പർ നീക്കി വെച്ച പേപ്പർ. ജീവിതം കൈകളിലാണ്. ഒരുത്തൻ കാണിക്കണ നോക്കിയേ. ഇവിടെ ഇരുത്തിയവൻ കർട്ടൻ പൊക്കി അവിടെ ഇരുന്നോട്ടാ. ദൈവമേടാ. അപ്പൊ ആദം ഇത് മേടിച്ചാൻ കുടിച്ചോ. അപ്പോട് ചോക്കി എന്നാ ഞങ്ങൾക്ക് വിസ കിട്ടാന്ന് ചോക്കി. പാച്ചോപ്പ് ആരെ പോണത്? അത് അങ്ങനെ നിക്കണ പരിപാടി കണ്ടാ. തീമ വിളിച്ചിട്ട് വരെ വന്നില്ല അവൻ. കുമ്പനബ്രു അത് കീറാൻ പാടില്ല കേട്ടാ. അത് നമുക്ക് പോവാനുള്ളതല്ലേ. പാസ്പോർട്ടിന്റെ ഉമ്മയാ. ഐ ലവ് യു അറിയണ്ട പാസ്പോർട്ടിനോട്. ഇനി മതി. അപ്പൊ കൊടുക്ക്, എടുത്തു വെച്ചോ കബോർഡിന്. കോലിമിഠായി വാങ്ങണോ, അക്കീമു വാങ്ങാനോ, ജൂച്ചു വാങ്ങണം, അല്ലാതും ഇതിന് വാങ്ങണല്ലേ. എടുത്തു വെച്ചാ അങ്ങനെ. ഗുഡ്. അപ്പൊ നമ്മുടെ പാസ്പോർട്ട് പൊട്ടിക്കല് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഞാൻ 2 പാസ്പോർട്ട് വേറെ പോലെ എനിക്ക് തോന്നി. അപ്പൊ ഞാൻ സർപ്രൈസിലി ഞങ്ങളെങ്ങും കൊണ്ടുവന്നു. പക്ഷെ അത് തെറ്റിദ്ധാരണയായിരുന്നു. അതിലും വിസ കണ്ടതിലും സന്തോഷം. ഇനി പോവാലോ. ആദ്യത്തിന് മുമ്പൊക്കെ കൊടുത്തു. ആദ്യത്തിന് ജ്യൂസ് വാങ്ങണം, അക്കീം വാങ്ങണം, എല്ലാതും വാങ്ങാനുള്ള പാസ്പോർട്ടാണ് അത്. ദുബായ്.
ദുബായി മാത്രല്ല തോന്നുന്നു സൗദി അറേബ്യയാണ് പോണത്. പക്ഷെ ആദ്യം ദുബായ് അറിയുള്ളൂ. അതുവരെയുള്ള കാര്യങ്ങളൊക്കെ ദൈവം സഹായിച്ച് എല്ലാവരും ശരിയായിട്ടുണ്ട്. ഇനിയും പോവാനുള്ള ടിക്കറ്റ് കാര്യങ്ങൾ അതും കൂടി ഉള്ളൂ. അതെന്നത്തേക്കാന്ന് നമുക്കറിയില്ല. അത് തീരുമാനമായി കഴിയുമ്പോൾ നമ്മൾ നിങ്ങളോട് തന്നെ പറയും. പിന്നെ തന്നെ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പൊ എത്ര ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കാണ്ട് കമന്റ് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഐ ലവ് യു. ഓക്കെ ബൈ.